ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോൺവെർസേഷൻ ആണ്. ആക്ടിവിറ്റി 1, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മിനു ആൻഡ് ദ ബലൂൺ മാൻ. ഇവിടെ മിനുവും ബലൂൺ മാനും തമ്മിലുള്ള ഒരു പിക്ചറാണ് തന്നിട്ടുള്ളത്. കളർ ദ പിക്ചർ. ഈ പിക്ചർ നല്ല ഭംഗിയായിട്ട് കളർ കൊടുക്കാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ അത് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഒരു കുഞ്ഞു കോൺവെർസേഷൻ ഉണ്ട്. എന്താണ് കൂട്ടുകാരെ കോൺവെർസേഷൻ? സംഭാഷണം അല്ലേ? മിനുവും ബലൂൺ മാനും തമ്മിലുള്ള സംഭാഷണമാണ്. മിനു പറയാണ്, അങ്കിൾ ഐ വാണ്ട് എ ബലൂൺ. എന്താണ് പറയുന്നത്? അങ്കിളെ എനിക്കൊരു ബലൂൺ വേണമെന്ന് പറയാണ്. അപ്പോൾ അങ്കിൾ എന്തോ ചോദിക്കുന്നുണ്ട് അല്ലേ? മിനു പറയുന്നുണ്ട് ദ മങ്കി ബലൂൺ, എനിക്ക് മങ്കി ബലൂൺ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താവും ചോദിച്ചിട്ടുണ്ടാവുക? ഏത് ബലൂണാണ് വേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതെങ്ങനെ ചോദിക്കുക? വിച്ച് അല്ലേ? വിച്ച് ബലൂൺ നമുക്ക് എഴുതി നോക്കാം. വിച്ച് ബലൂൺ ഡു യു വാണ്ട്? വിച്ച് ബലൂൺ ഡു യു വാണ്ട് എന്ന് ചോദിക്കും അല്ലേ? വിച്ച് ബലൂൺ ഡു യു വാണ്ട്? ഏത് ബലൂണാണ് നിനക്ക് വേണ്ടത്? അപ്പോൾ പറഞ്ഞു എനിക്ക് മങ്കി ബലൂണാണ് വേണ്ടത്. അപ്പോൾ ബലൂൺ മാൻ വീണ്ടും ചോദിക്കുകയാണ്, വിച്ച് കളർ ഡു യു വാണ്ട്? നിനക്ക് ഏത് കളറാണ് വേണ്ടത്? അപ്പോൾ എന്താ പറയുക? ഐ വാണ്ട് എനിക്ക് വേണം. എന്ത് വേണം? ഐ വാണ്ട് റെഡ് ബലൂൺ. ഐ വാണ്ട് റെഡ് ബലൂൺ ഓർ റെഡ് കളർ. ഓക്കെ, ഐ വാണ്ട് റെഡ് ബലൂൺ. എനിക്ക് റെഡ് ബലൂൺ വേണം. ബലൂൺ വീണ്ടും ചോദിക്കുകയാണ്, ഡു യു വാണ്ട് അനദർ വൺ? നിനക്ക് ഇനി എന്തെങ്കിലും വേണോ? അപ്പോൾ എന്താ പറയുക? മിന്നു പറയും നോ അല്ലേ? നോ താങ്ക്സ്. നോ താങ്ക്സ്, എനിക്ക് വേണ്ട എന്ന് പറയും. അപ്പോൾ ബലൂൺ എന്താ പറയുക? ഇത് നിൻ്റെ ബലൂണി എന്ന് പറയണല്ലേ? ഹിയർ ഈസ് യുവർ ബലൂൺ. ഈസ് യുവർ ബലൂൺ. അപ്പോൾ ഇങ്ങനെയാണ് ഈ കോൺവെർസേഷൻ നിങ്ങൾ എഴുതേണ്ടത്. ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോയാലോ? ആക്ടിവിറ്റി നമ്പർ 2 ആണ് ഡിസ്ക്രിപ്ഷൻ. കളർ ആൻഡ് ഡിസ്ക്രൈബ് ദ പിക്ചർ. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള പിക്ചറാണല്ലേ? ഈ പിക്ചറിനെ കുറിച്ചിട്ട് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ കാണുന്നുണ്ട്? ഒരുപാട് പക്ഷികൾ പറക്കുന്നുണ്ട്, അതുപോലെ തന്നെ പൂമ്പാറ്റയുണ്ട്. ഇവിടെ താഴെ നോക്കൂ, ഒരു ചെറിയ പോണ്ട് ഉണ്ട്, അതിൽ ഫുള്ള് മീനുകളുണ്ട് അല്ലേ? ഇതൊക്കെ നമുക്കൊന്ന് കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതി നോക്കാം. ഇവിടെ താഴെയാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ എന്ത് എഴുതാം? ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ എന്ന് ആദ്യം എഴുതാം അല്ലേ? ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. ഇത് നല്ല ഭംഗിയുള്ള ചിത്രമാണ്. പിന്നെന്താ പറയുക? ഇറ്റ് ഈസ് എ സ്മോൾ പോണ്ട്. എന്താണ്? അവിടെ ഒരു ചെറിയ പോണ്ടുണ്ട്. പിന്നെന്താ? there are some fishes. അതിലെന്തുണ്ട്? ഫിഷസ് ഉണ്ട് അല്ലേ? പിന്നെന്ത് പറയാം? ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈ ഈസ് ഫ്ലൈയിങ്. ബട്ടർഫ്ലൈയും ബേർഡ്സും ഒക്കെ പറക്കുന്നുണ്ട്. പിന്നെന്താ പറയാം? മെനി ട്രീസ് ആർ ദർ. ഇവിടെ ഒരുപാട് ട്രീസ് ഒക്കെ കാണുന്നുണ്ട് അല്ലേ? പിന്നെ അവസാനം എഴുതാം ഐ ലൈക്ക് ദിസ് പിക്ചർ. അപ്പോൾ ഇങ്ങനെയാണ് കൂട്ടുകാരെ ഡിസ്ക്രിപ്ഷൻ എഴുതേണ്ടത്. ചെറിയ ചെറിയ സെൻറ്റൻസുകളാക്കിയിട്ട് എഴുതുക. എന്താണോ പിക്ചർ തന്നിട്ടുള്ളത് അതിൽ കാണുന്ന കാര്യങ്ങളൊക്കെ എഴുതുക. ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി നമ്പർ 3 ആണ്. ആഡ് മോർ ലൈൻസ് ആണ്. ആഡ് മോർ ലൈൻസ് ടു ദ പോം യൂസിങ് ദ വേർഡ്സ് ഫ്രം ദ ബോക്സ്. ഇവിടെ ബോക്സിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. സിങ്, ടോക്ക്, ഡാൻസ്, ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് നോക്കൂ. കം ഡിയർ മൈ ഡിയർ മൈ പ്രിറ്റി മിനു, ലെറ്റ്സ് പ്ലേ ടുഗെദർ അണ്ടർ ദ മദർ ട്രീ. കം ഡിയർ മൈ പ്രിറ്റി മിനു ലെറ്റ്സ്. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ലെറ്റ്സ് പ്ലേ എന്നാണ് അല്ലേ? അപ്പോൾ ഇവിടെ അത് മാറ്റിയിട്ട് നമുക്ക് സിങ് എന്ന് കൊടുക്കാം അല്ലേ? ലെറ്റ്സ് സിങ് ടുഗെദർ.
ലെറ്റ്സ് സിങ് ടുഗെദർ. പിന്നെയോ അണ്ടർ ദ സെയിം ലൈൻ തന്നെ കൊടുക്കാം, അണ്ടർ ദ മദർ ട്രീ. മദർ ട്രീ. ഇനി അടുത്ത വരി എഴുതൂ. ഇതേ സെയിം 2 വരി എഴുതുക. കം ഡിയർ എന്ന് പറഞ്ഞിട്ട് കം ഡിയർ മൈ ഡിയർ, ദെൻ മൈ പ്രിറ്റി മിനു, ലെറ്റ്സ് പ്ലേ. 3ാമത്തെ വരിയിലാണ് മാറ്റം വരേണ്ടത്. ലെറ്റ്സ് പ്ലേ എന്ന് പറഞ്ഞിട്ട് ലെറ്റ്സ് ടോക്ക് എന്ന് കൊടുക്കുക. ഓക്കെ, ലെറ്റ്സ് ടോക്ക് എന്ന് എഴുതി കൊടുക്കുക. ബാക്കിയെല്ലാം സെയിം ആയിട്ട് എഴുതുക. ഓക്കെ, ഇതാണ് ഈ ആഡ് മോർ ലൈൻസ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന ഒന്നാണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് തോട്ട്സ് ആണ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്, ചൂസ് ദ സ്യൂട്ടബിൾ സെൻറ്റൻസസ് ഫ്രം ബിലോ ആൻഡ് റൈറ്റ് ഇൻ ദ ബോക്സ്. താഴെ നമുക്ക് ഒരുപാട് സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അതിൽ കറക്റ്റ് ചെയ്തത് ഇവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ പിക്ചറായിട്ട് നോക്കാം. ഒന്നാമത്തെ പിക്ചറിൽ എന്താണ്, ഒരു കുട്ടി റോഡ് ക്രോസ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടത് ഏതാണ് കൂട്ടുകാർ നോക്കൂ. ഇതിൽ പറയുന്നുണ്ട് ഹൗ ക്യാൻ ഐ ക്രോസ് ദ റോഡ്. അതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ഇനി രണ്ടാമത്തേത് ഒരു കുട്ടിയും ഡോഗും കൂടെ ഊഞ്ഞാലാടുകയാണ് അല്ലേ. അപ്പോൾ അവിടെ എന്ത് എഴുതാം, ഹൗ നൈസ് ഈസ് ഇറ്റ് ടു സിറ്റ് വിത്ത് ബ്രൂണോ എന്നുള്ളതാണ് രണ്ടാമതായിട്ട് വരേണ്ടത്. ഇനി മൂന്നാമത്തേത് എന്താണ്, മൂന്നാമതെന്ന് പറയുന്നത് ഒരു ഡോഗ് ഇങ്ങനെ ഓടുന്നതാണല്ലേ. അപ്പോൾ അവിടെ ഏതായാലും നമ്മൾ എഴുതേണ്ടത് ഹൗ ക്യാൻ ഐ സ്റ്റോപ്പ് ബ്രൂണോ എന്നുള്ളതാണ് മൂന്നാമതായിട്ട് വരേണ്ടത്. ഇനി നാലാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ ഡോഗും കുട്ടിയും കൂടെ കളിക്കുന്നതാണ്. ഇപ്പോൾ ബ്രൂണോ ലൈക്സ് ടു പ്ലേ വിത്ത് മീ എന്നുള്ളതാണ് നാലാമതായിട്ട് വരേണ്ടത്. ദെൻ അഞ്ചാമതായിട്ട് ഹോ മൈ ഡിയർ വേർ യു എന്നുള്ളതാണ് അഞ്ചാമതായിട്ട്. അപ്പോൾ കൂട്ടുകാരിതൊക്കെ ഇവിടെയാണ് എഴുതേണ്ടത്. ഈ ബോക്സ് കൊടുത്തതിൻ്റെ ഉള്ളിൽ ഓരോന്നായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് റൈറ്റ് ദ നെയിം ഇൻ ദ ബോക്സസ് എന്നുള്ളതാണ്. ഫസ്റ്റ് എക്സാമ്പിൾ, ഐ എം എ ലീഫി വെജിറ്റബിൾ. ഞാനൊരു ലീഫി ആയിട്ടുള്ള വെജിറ്റബിൾ ആണ്. ഗ്രീൻ ഇൻ കളറിൽ ഞാൻ ഗ്രീൻ ആണ്. റൗണ്ട് ഇൻ ഷേപ്പ്, റൗണ്ട് ഷേപ്പാണ്. ഏതാണ് സാധനം, കേബേജ് ആണ് അല്ലേ. നെക്സ്റ്റ് വൺ, ഐ എം എ വെജിറ്റബിൾ റാബിറ്റ്സ് ലൈക്ക് മീ. എന്താണ്, ഞാനൊരു വെജിറ്റബിൾ ആണ്, റാബിറ്റിന് എന്നെ ഇഷ്ടമാണ്. ഇനി ഒന്നും കൂടെ കൊടുക്കാം. എന്ത് കൊടുക്കാം, ഐ ആം ഇൻ ഓറഞ്ച് കളർ. ഞാൻ ഓറഞ്ച് കളറിലാണ്. പേരെന്താണ് ഇതിൻ്റെ, ക്യാരറ്റ്. അപ്പോൾ നമ്മളിവിടെ ക്യാരറ്റ് എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തത് നോക്കൂ. ഇതെന്താണ്, ടൊമാറ്റോ ആണല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ നമുക്ക് ആദ്യം എഴുതാം, ടൊമാറ്റോ. ഇതിനുള്ള ഒരു കുഞ്ഞു റിഡിൽ നമ്മൾ ഉണ്ടാക്കണം. എങ്ങനെ എഴുതാം, ആം എ വെജിറ്റബിൾ, ആം എ വെജിറ്റബിൾ. ദെൻ റാബിറ്റ്സ് ലൈക്ക് മീ. അവിടെ നമുക്ക് എന്ത് എഴുതാം, അവിടെ നമുക്ക് ഒന്നിനും ലൈക്ക് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് വേറെ എഴുതാം, ഐ ആം ഇൻ റെഡ് കളർ എന്ന് എഴുതാം അല്ലേ. ഐ ആം ഇൻ റെഡ് കളർ. ദെൻ ഐ ആം വെരി ടേസ്റ്റി. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാം. കുഞ്ഞു റെഡിൽ ഇങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ആക്ടിവിറ്റി ലിസൺ ആൻഡ് ഡ്രോ എന്നുള്ളതാണ്. നമ്മളിവിടെ ഓരോ കാര്യങ്ങളും ലിസൺ ചെയ്യുക, അതനുസരിച്ചിട്ട് ഇവിടെ താഴെ ഡ്രോ ദ പിക്ചർ എന്നുള്ള ഇവിടെ പിക്ചർ വരക്കുകയാണ് വേണ്ടത്. അപ്പോൾ യുവർ ടീച്ചർ വിൽ റീഡ് ഔട്ട് ദ ഇൻസ്ട്രക്ഷൻ ഗിവൺ ബിലോ, ലിസൺ ടു ദം ആൻഡ് ഡ്രോ എ പിക്ചർ അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ. എന്താണ്, ടീച്ചർ ഇത് വായിച്ചു തരും, അതനുസരിച്ച് നിങ്ങളോട് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നിങ്ങൾ വരക്കേണ്ടത് ഡ്രോ എ ഹൗസ്. ആദ്യം നിങ്ങളൊരു വീട് വരക്കുക. ദെൻ ദർ ഇസ് എ ഗാർഡൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ്. എന്താണ്, ഒരു ഗാർഡൻ ഉണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ, അത് വരയ്ക്കുക. എ ഡോഗ് ഈസ് ഇൻ ദ ഗാർഡൻ. ആ ഗാർഡനിൽ ഒരു ഡോഗിനെ വരക്കണം. ദർ ആർ ഫ്ലവേഴ്സ് ഓൺ ദ പ്ലാന്റ്സ്. അവിടെ കുറച്ച് പ്ലാന്റ്സ് വരയ്ക്കുക, അതിൽ ഫ്ലവേഴ്സും കൂടെ വരയ്ക്കുക. എ ബട്ടർഫ്ലൈ സിറ്റ്സ് ഓൺ എ ഫ്ലവർ. എന്താണ്, ആ ഫ്ലവറിൻ്റെ മുകളിൽ ഒരു ബട്ടർഫ്ലൈ ഇരിക്കുന്നതായിട്ടും വരയ്ക്കുക. അപ്പോൾ ഇത് കൂട്ടുകാരെ വരക്കുന്നതിനനുസരിച്ചിട്ടാണ് മാർക്ക് വീഴുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും A+ തന്നെ കിട്ടട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.